സേമിയയും നേന്ത്രപ്പഴവും വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരം തയ്യാറാക്കിയാലോ ഒന്ന്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണിത്. സേമിയ വെച്ചിട്ട് നമ്മൾ എന്നും ഒരേപോലെ തന്നെ വിഭവങ്ങൾ തയ്യാറാക്കാതെ ഇതുപോലെ വ്യത്യസ്തമായിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുമോ? തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും കേട്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് ഞാനിവിടെ നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 2 എണ്ണം കേട്ടോ എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും, ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കുക. പഴം ഒന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പോ 1/2 കപ്പോ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് അത് വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും 1 കപ്പാണ് ഞാനിവിടെ സേമിയ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ചെറിയ ടൈപ്പ് സേമിയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ഇത് രണ്ടും നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഈ പാലും സേമിയയും കൂടെ നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു സേമിയ മിക്സിലേക്ക് ഇട്ടിട്ട് രണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. നല്ലപോലെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ഈ മുട്ടയുടെ മഞ്ഞയും അതുപോലെ ആ വെള്ളയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് ചേർക്കുന്ന സമയത്ത് സേമിയ ചൂടാറിയിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ മുട്ടയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ആ മുട്ട വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് അല്പം നെയ്യൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് നമ്മളിതുപോലെ തൂവി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം മുട്ട എല്ലാം കൂടെ ഉള്ളൊരു കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്തേക്കുന്നത്. അതല്ല നിങ്ങൾക്ക് ബൗളിലാക്കിയിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇഡ്ഡലി പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്കിതൊന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് പറ്റിയ ഏത് പാത്രമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു സൈസ് ആയതുകൊണ്ടാണ് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മളിങ്ങനെ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും സമയം എടുക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. നമ്മളിത് വെന്തതിന് ശേഷം ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനുള്ള പണി കേട്ടോ. നമ്മൾ സേമിയൊക്കെ സാധാരണ ഒരേപോലെ എപ്പോഴും കഴിക്കാറുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല രുചിയുള്ളൊരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് പോലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും രുചിയുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ. ഇതിലെ സേമിയയും മുട്ടയും അതുപോലെ നേന്ത്രപ്പഴവും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.